നമ്മുടെ ഭാരങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാനുള്ള മണിക്കൂറായി ഈ ആരാധനാ മണിക്കൂറിനെ മാറ്റാം. ഏറെ പ്രത്യേകമായിട്ട് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ ബലഹീനതകൾ നമുക്കുണ്ട്. അതിനെല്ലാം ശക്തിപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ വചനം. നമ്മുടെ ജീവിതത്തിലെ കൃപ വന്ന് നിറയുവാൻ തടസ്സമായിട്ടുള്ള മേഖലകളെ വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമുക്കറിയാം, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാമതിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നുള്ള സന്ദേശം കൈമാറിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദുരന്തമുഖത്ത് നിന്നാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധാനത്തിലേക്ക് മരിയൻ ഉടമ്പടിയിലൂടെ നമ്മളും നീന്തി കയറിയിട്ടുള്ളത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച ഓരോ മകനും മകളും നമുക്കറിയാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്കാണ് പരിശുദ്ധ അമ്മ ആ മക്കളെ നയിക്കുന്നത്. അതെ, ഉടമ്പടിയിലൂടെ അവൻ പറയുന്നത് പോലെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത് നമ്മൾ ദൈവ തിരുസന്നിധിയിൽ വിശ്വസ്തരാകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെയും പരിശുദ്ധ അമ്മയെ പോലെ ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ സാക്ഷ്യമായിട്ട് നമ്മളെയും ഉയർത്തും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി കൂടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഉയർത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഒരേ മനസ്സോടുകൂടി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ
പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മരിയനോട് അടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഒരു അഭയകൂടാരം പോലെയാണ് കൃപാസനം. ഇതിലൂടെ ദൈവം എല്ലാ മക്കളോടും, പക്ഷേ എല്ലാ മക്കളോടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആസ് വെൽ ആസ് നോൺ ക്രിസ്ത്യൻസ് എല്ലാ മക്കളോടും, അതായത് വേദന നമ്മുടെ കൃപാസനത്തിൽ വരാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് അതിനൊരു പരിഹാരമില്ല, നമ്മൾ നിസ്സഹായരാണ് എന്ന് തോന്നുന്ന സമയത്താണ് മനുഷ്യർ കൃപാസനത്തിൽ വരണത്. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഉള്ള യോഗ്യത എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളാണ് അവരുടെ യോഗ്യത. അവരുടെ പ്രശ്നമാണ് അവരുടെ യോഗ്യത. നമുക്ക് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ദൈവ സന്നിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ പാപമൊക്കെ നമുക്ക് അയോഗ്യതയായിട്ട് പറയാം. പക്ഷെ കൃപാസനത്തിൽ വരുമ്പോൾ ഉള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ രോഗമാണ് നമ്മുടെ യോഗ്യത, നമ്മുടെ കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഭംഗിവാക്ക് പറയണമെന്ന്
ജസ്റ്റ് ഇവാലുവേറ്റ് അവർ ടെസ്റ്റിമണീസ്. നമുക്ക് ദൈവം തന്ന ഒരു സ്വത്താണ് നമ്മുടെ സാക്ഷ്യങ്ങൾ വിശ്വാസ കോടികളുടെ സ്വത്താണ്. എന്ന് വെച്ചാൽ ആ സാക്ഷ്യം പരിശോധിക്കുന്നവർക്കറിയാം, എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ദൈവം എന്നെ സഹായിക്കും. ജാതിയും മതവും വിശ്വാസവും ഒന്നും നോക്കാതെ, ഇതൊന്നും നോക്കാതെ നിനക്ക് ദൈവതിരുസന്നിധിയിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമായിട്ട് പരിശുദ്ധ അമ്മ കൃപാസനത്തെ വളർത്തിയതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ വിഷമിക്കാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. അത് ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ കൂടുതൽ സമയം വിഷമിക്കാനാണ് എടുക്കുന്നത്. ഈ വിഷമിക്കാൻ എടുക്കുന്ന വിഷയത്തേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. എൻ്റെ സഹോദരൻ പ്രാർത്ഥിച്ചേ, കർത്താവേ, ഞാൻ വിഷമിക്കാൻ വേണ്ടി ഓരോ വിഷയത്തെ ഓർത്തുകൊണ്ട് വിഷമിക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അങ്ങിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യാശിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത് ധ്യാനം രാവിലെ ആണ് സാധാരണ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് ധ്യാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈശോ പറഞ്ഞ് തന്നില്ല. സാധാരണഗതിയിൽ ധ്യാനത്തിന് 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ കർത്താവ് എനിക്ക് ക്ലൂ തരും, ഈ വിഷയത്തിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തരും, ഒരടയാളമൊക്കെ തരും. അപ്പോൾ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തണുത്തങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് നമുക്ക് ആൾക്കാരെ കയറിയതിന് ശേഷം പിന്നെ പെടാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഒരു 100,000 ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഞാൻ 36-37 കൊല്ലം ധ്യാനിപ്പിച്ച് പരിചയമുള്ള ആളാണ്. പക്ഷെ അതല്ല, അത് കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ വാക്കിയോ അല്ലെങ്കിൽ കഥ നോക്കിയോ പറയണമല്ല. ഇത് ഡയറക്റ്റ് ജീസസ് സംസാരിക്കണം. തന്നെയല്ല, നേരത്തെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അത് കോപ്പി ഇടിയാകും. നേരത്തെ സംസാരിച്ച സമയങ്ങളില്ലേ എന്തുമാത്രം കാര്യങ്ങൾ ഈശോ ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചു. ധ്യാനത്തിൻ്റെ ഒരു റെവലേഷൻ എലമെൻറ്റ് വരണവരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ഒരു റെവലേഷൻ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ വെളിപാട് കണ്ടൻറ്റ് വരുന്നവരെ നമുക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പണ്ടത്തെ ധ്യാനത്തിൻ്റെ നേരെ അതുപോലെ പഠിച്ച് വീണ്ടും പറവരെ ഇരിക്കും. അങ്ങനെയല്ല, വെളിപാടിൻ്റെ കണ്ടൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ശക്തി, വെളിപാടിൻ്റെ കണ്ടൻറ്റ് ശക്തിയെ അതങ്ങനെ ധ്യാനത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും. അപ്പോൾ അറിവല്ല കൊടുക്കുന്നത് ആൾക്കാർക്ക്, അഭിഷേകമാണ് കൊടുക്കുന്നത്. വ്യത്യാസമുണ്ട് ഭയങ്കര. അറിവിൻ്റെ അകത്ത് വരണ ഇൻഫർമേഷനാണ് വരണത്. ഇൻഫർമേഷനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. ഇൻഫർമേഷൻ ഇപ്പോൾ കെമിസ്ട്രി ഇൻഫർമേഷനാണ്, മാത്തമാറ്റിക്സ് ഇൻഫർമേഷനാണ്, എല്ലാ നോളജും ഇൻഫർമേഷനാണ്. വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയല്ല. വേർഡ് ഓഫ് ഗോഡ് അനോയിൻറ്റിങ് വരേണ്ടത്. ശക്തി വരണം, അതിൻ്റെ സൗഖ്യം വരണം, ബോധ്യം വരണം, നിലനിൽപ്പ് വരണം. ബോധ്യം കിട്ടിയാൽ നമുക്ക് നിലനിൽക്കും. ഇന്നതിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കും. പിന്നെ തന്നെയില്ല, നമ്മൾ ഇപ്പം നിനക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നിട്ടില്ലെന്ന് വിചാരിച്ചോ, റിസൾട്ട് വന്നിട്ടില്ല. അപ്പം നീ പേടിച്ചേക്കുകയാണ്, റിസൾട്ട് എന്താകുമോ എന്ന്. പക്ഷേ കർത്താവ് എന്നാ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഭയം ഉൾപ്പെടെ വന്നിട്ട് ഇങ്ങനെ അഭിഷേകം ചെയ്ത് കളയും.
അതാണ് വചനപ്രഘോഷണത്തിൻ്റെ പ്രത്യേകത. അത് അഭിഷേകം ചെയ്ത് കളയും. അത് നിനക്ക് നിലനിൽപ്പിൻ്റെ പകരം തരികയും നിൻ്റെ മനസ്സിൻ്റെ ഉദ്വിഗ്നതയൊക്കെ അങ്ങ് കെടുത്തിയിട്ട് നിങ്ങൾ നിലനിർത്തി തരും. പക്ഷേ അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെ ടൈം ടേബിൾ വെച്ച് പ്രാർത്ഥിക്കരുത്, നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയും. അഭിഷേകവും നിരന്തരം പ്രാർത്ഥിക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസം, പല ബന്ധമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കേണ്ട, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഫിലിപ്പി 4:4 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പറഞ്ഞേ, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ലൈൻസിന്റെ പോക്ക് കണ്ടല്ലേ? എന്താ? നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ. അപ്പം ദ വെരി നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ പേര് പോലും നമുക്ക് എന്താണ്? സന്തോഷത്തിൻ്റെ കാരണമാണ്. ചിലരുടെ ഓർമ്മകൾ പോലും നമുക്ക് സന്തോഷത്തിൻ്റെ കാരണമാണ്. അതുപോലെ കർത്താവിൻ്റെ പേര് പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ വൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ മക്കളുണ്ടാവും. ഇവരൊക്കെ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു, നിങ്ങൾ എന്നെക്കാൾ നല്ല അനുഭവമുള്ള ആൾക്കാരല്ലേ, ചിന്തിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് വെരി ഫോർ കുറച്ച് സമയം. കുറച്ച് കഴിയുമ്പോൾ മക്കൾ ഇപ്പോൾ അവർ ഹോസ്റ്റലിലോട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ മറന്നു പോകും. അവരും മറക്കും, നമ്മളും മറക്കും. മനഃപൂർവ്വമല്ല, നമ്മൾ വേറെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ, വേറെ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നമ്മൾ മറക്കും. ഇതുപോലെ അപ്പോൾ അങ്ങനെ മറക്കുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കറണ്ടൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് സ്വിച്ച് ഓഫാണെങ്കിൽ ആ ഇലക്ട്രോണിക്സിൻ്റെ പ്രവാഹമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഫീൽ ചെയ്യത്തില്ല. ഇതുപോലെ സിസ്റ്റമെല്ലാം കറക്റ്റാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അപ്പനുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, പക്ഷേ വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ് സംടൈംസ്. അവരെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് എപ്പോഴും. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും ഇല്ല, ബാക്കി എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സീരിയസ് ആണ്, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ അലേർട്ടാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ അതിന് ഈശോയ്ക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഈ കോൾഡ്, നമുക്ക് ഈ രുചിഭേദങ്ങളെപ്പോലെ തന്നെയാണ്. ദൈവം ഒരു പേഴ്സൺ ആയത് കാരണം എല്ലാ വിധത്തിലുള്ള വിഷയങ്ങൾക്കും ന്യൂട്രല്ല ഒരിക്കലും. എനിക്കങ്ങനെയാണ് കർത്താവിനെ മനസ്സിലായി. എനിക്ക് 4 വയസ്സ് മുതൽ ദൈവത്തിനെ അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ന്യൂട്രല്ല, ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആൻസറബിളായിരിക്കും എല്ലാ വിഷയവും. അതുകൊണ്ടാണ് നീ നിൽക്കുന്നത് ഞാൻ അറിയുന്നു, നീ കിടക്കുന്നത് ഞാൻ അറിയുന്നു, നീ ഉറങ്ങുന്നത് ഞാൻ അറിയുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല. സങ്കീർത്തനം എടുത്ത് 21:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂടെ ഇരിപ്പാൻ ആരാധന, ആരാധന, യേശുവേ ആരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റിൻഡു, ഞാൻ എടത്വായിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. OET പുറത്തേക്ക് പോകാനുള്ള ഒരു എക്സാമാണ് OET എക്സാം. അപ്പം അത് പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിച്ചിറങ്ങി 2018. അപ്പം അന്ന് തൊട്ട് ഞാൻ OET എക്സാം എഴുതാനായിട്ടും പഠിക്കാനായിട്ടും തുടങ്ങി. പഠിച്ചിറങ്ങിയ ഉടനെ ഞാനൊരു പ്രാവശ്യം എക്സാം എഴുതി, എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി. എന്നിട്ട് അപ്പോഴും ഞാൻ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ആകപ്പാട് നിരാശയും സങ്കടവും ഒക്കെ ആയിരുന്നു. ഞാനങ്ങനെ ഈ ജൂണിൽ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ തുടങ്ങി. അപ്പം വീട്ടിൽ നിന്നും കൂട്ടുകാരും ഒക്കെ പറഞ്ഞു, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക, ഇത്തവണ എന്തായാലും കിട്ടും, പാസ്സാകും,
ഞാൻ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഇതിൽ കിട്ടണം എനിക്ക്, ഇനി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിന് വരത്തില്ല എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു. ഓഗസ്റ്റ് 22 ഉടമ്പടി എടുത്ത് അങ്ങനെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നപ്പം ഒരു ചേച്ചി ഇതുപോലെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ചേച്ചിയുടെ ഇതുപോലെ 4ാമത്തെ അറ്റംപ്റ്റ് എങ്ങാണ്ടായിരുന്നു. അങ്ങനെ എഴുതി പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണേന്ന്. എന്തായാലും ഞാൻ അവിടെ പഠിക്കാനെടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവിടെ ഒരു പോസിറ്റീവ് ഫീൽ എനിക്കുണ്ടായി. കാരണം എക്സാമിന് തലേ ആഴ്ച അവിടെ പ്രെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ ഒരു കോൺവെൻറ്റാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ചാപ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് തോന്നി. പിന്നെ ഇവിടെ പറ്റുമ്പോഴൊക്കെ വന്ന് ശനിയാഴ്ചകളിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ OET പാസ്സായ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് നവംബർ 5 പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു. ആദ്യം 4 മൊഡ്യൂളുണ്ട്: റീഡിങ്, ലിസണിങ്, റൈറ്റിങ്, സ്പീക്കിങ്. അപ്പം സ്പീക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും പാടെന്ന് വെച്ചാൽ എനിക്കൊരാളുടെ മുന്നിൽ പോയിരുന്ന് സംസാരിക്കാൻ കോൺഫിഡൻസ് കുറവാണ്. അപ്പം പറയാൻ അറിയാമെങ്കിലും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പേടി കാരണം എപ്പോഴും തെറ്റിപ്പോവുകയും ഒക്കെ ആയിരുന്നു. അത് കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ധൈര്യം തരണേ സംസാരിക്കാനായിട്ട്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറയും, എടി മോശ സംസാരിക്കാൻ കഴിവില്ലാത്തനായിരുന്നു, വിക്കനായിരുന്നു, ദൈവം സഹായിച്ചത് സംസാരിക്കാനായിട്ട്. അപ്പം നീ ധൈര്യമായിട്ട് പൊക്കോ, നിനക്ക് പറ്റും പറയാനായിട്ട്. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ കയറി ഞാൻ കൂളായിട്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ എക്സാമിന് മുന്നേ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ ഒരു ലോക്കറ്റ് വന്നിട്ട് പറഞ്ഞു, ഇത് പുസ്തകത്തിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലണം, പഠിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗസ്നാപിതാവേ നന്മ ചെല്ലണമെന്ന്. അപ്പം ഞാൻ എക്സാം ഹോളിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും അതിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ടായിരുന്നു. പിന്നെ കൊന്ത ചെല്ലും. എക്സാം ഹോളിൽ ഇരുന്ന് ആ സമയമുള്ള സമയത്ത് കൊന്ത ചെല്ലും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആദ്യത്തെ മൊഡ്യൂൾ റീഡിംഗ് ആയിരുന്നു. റീഡിങ്ങിന് ആദ്യത്തെ A പാർട്ട് എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ 15 മിനിറ്റുള്ള സമയമുള്ളത് 12 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്തു തീർത്തു. അങ്ങനെ പിന്നെ അടുത്ത് ചെയ്യാനുള്ളത് എനിക്ക് സമയം പോലും കിട്ടുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, മാതാവേ ഇത് ശരിയായിരിക്കണേന്ന് ഓപ്ഷൻസ് ഉണ്ട്, അപ്പം വായിക്കാൻ സമയം കൂടെ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഇത് ശരിയായിരിക്കണേന്ന് വിചാരിച്ചു ഓപ്ഷൻസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് കറപ്പിച്ചു വെച്ചു. അങ്ങനെ റീഡിങ് കഴിഞ്ഞു, ലിസണിങ്ങും കഴിഞ്ഞു, കുഴപ്പമില്ലായിരുന്നു. റൈറ്റിംഗ് ടാസ്ക് കിട്ടിയപ്പോൾ എനിക്കങ്ങ് സങ്കടമായി. കാരണം എങ്ങനെ എഴുതണമെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരു റൈറ്റിംഗ് ടാസ്ക്കാണ് കിട്ടിയത്. പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തൊക്കെയോ എഴുതി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ സ്പീക്കിംഗ് എനിക്ക് 4 മണിക്കായിരുന്നു. 4 മണിയായിട്ട് പോലും എന്നെ വിളിക്കുന്നില്ലായിരുന്നു. അപ്പം ശരിക്കും അത്രയും സമയമൊക്കെ ആകുമ്പോൾ നമ്മളും മടുക്കും, അവിടെ സംസാരിക്കാൻ ഇരിക്കുന്നവരും മടുക്കുമായിരുന്നു. അത് കാരണം ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പം 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ, അത്രയും നേരം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. സ്പീക്കിങ്ങിന് വിളിച്ചപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷൻ തുടങ്ങി. ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിന് മുന്നേ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക, പക്ഷേ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ടെൻഷൻ കയറിയിട്ട് എനിക്ക് ഒട്ടുമേ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ സ്പീക്കിങ്ങിന് കയറി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എനിക്ക് സങ്കടം വന്നിട്ടുമില്ലായിരുന്നു. ടെൻഷൻ കാരണം എനിക്ക് ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. അങ്ങനെ അവരെനിക്ക് വെള്ളമൊക്കെ തന്നു. ഞാൻ വെള്ളം മേടിച്ച് കുടിച്ചു. എന്നിട്ട് എനിക്ക് റിലാക്സ് ആവാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് സ്പീക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അതിനു മുന്നേ 4 തവണ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും സ്പീക്കിങ് ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ ഇത്തവണ എഴുതിയ എക്സാമിനേക്കാളും നല്ലപോലെ എനിക്ക് അന്നൊക്കെ ഞാൻ സ്പീക്കിങ് ചെയ്യുമായിരുന്നു. എനിക്കങ്ങ് സങ്കടം വന്നു. ലാസ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ ആയല്ലോ കർത്താവ്, എന്തൊരു കഷ്ടമാണ്, ഇനി കിട്ടിയില്ല, ഞാൻ ഇല്ല ഈ വഴിക്കെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എക്സാം കഴിഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. അപ്പം എല്ലാവരും പറഞ്ഞിട്ട് കുഴപ്പമില്ല, കിട്ടും, പക്ഷേ എനിക്കറിയാം ഞാൻ എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന്, ഞാൻ എന്താ പറഞ്ഞതെന്നും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ എഴുതി വെച്ചതോ പറഞ്ഞതോ വെച്ച് ഞാൻ പാസ്സാകാനേ പോകുന്നില്ല. എന്നെ നീയായിട്ട് വിചാരിച്ചാലേ പാസ്സാവത്തുള്ളൂ, എന്നെ എങ്ങനെയും ഒന്ന് പാസ്സാക്കണേന്ന്. അങ്ങനെ എല്ലാ ദിവസവും പേപ്പർ നോക്കുന്നവരെ സമർപ്പിച്ചും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വന്നു. ആക്ച്വലി ഇതിന് മുന്നത്തെ 4 തവണയും റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രിയിലും രാവിലെയൊക്കെ ഞാൻ ഞെട്ടി എഴുന്നേക്കും. അങ്ങനെ പക്ഷേ ഇത്തവണ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. എനിക്കങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ല. ഞാൻ രാവിലെ എണീറ്റ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മെയിൽ ചെക്ക് ചെയ്തപ്പം റിസൾട്ട് പബ്ലിഷായി. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ തുടങ്ങി. ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്കങ്ങ് വിശ്വസിക്കാൻ മേലായിരുന്നു. കാരണം ജസ്റ്റ് പാസ്സായാൽ മതി, എനിക്കൊരു UK സ്കോർ തന്ന് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. നല്ലൊരു സ്കോർ തന്ന് എല്ലാ മൊഡ്യൂളിലും B സ്കോർ തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു.